ഡൽഹിയിൽ കോൾഗേറ്റ്, ക്ലോസപ്പ് വ്യാജ ടൂത്ത് പേസ്റ്റുകളുടെ വലിയ ശേഖരം പിടികൂടി. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഗുജറാത്തിൽ നിന്നും സമാനമായ രീതിയിൽ വ്യാജ ടൂത്ത് പേസ്റ്റുകൾ പിടിച്ചെടുത്തത് വാർത്തയായിരുന്നു. പല്ല് തേക്കുന്ന അല്ലെങ്കിൽ കടകളിൽ പോയി വാങ്ങുന്ന കോൾഗേറ്റോ ക്ലോസപ്പോ മറ്റ് ടൂത്ത് പേസ്റ്റുകളോ ഒറിജിനലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. കാരണം ബറൂണിയിലെ ഒരു ഗോഡൌണിൽ നിന്നാണ് ഈ വൻ ശേഖരങ്ങൾ പിടിച്ചെടുത്തത്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിർമ്മിക്കപ്പെടുന്നത് ഗുജറാത്തിലാണെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതേപോലെ ഔറംഗാബാദിൽ നിന്നും നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ എത്തുന്നതെന്നാണ്. ഇതൊരു വലിയ റാക്കറ്റാണ് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലടക്കം ഇതിന്റെ വേരുകളുണ്ടെന്നും ഡൽഹി പോലീസ് പറയുന്നു. എന്നാൽ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കും എന്നാണ് ഇപ്പോൾ ഡൽഹി കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കോൾഗേറ്റിന്റെയും മറ്റും ഉടമസ്ഥരായ യൂണിലിവറും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാജമായ തിരിച്ചറിവ് റെയ്ഡുകൾ നടത്തണമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഈ കമ്പനി ഇപ്പോൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നതാണ് ഇതിന്റെ സിംഹഭാവവും സാധാരണ കടകളിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. കടകളിലെ പരിശോധന തുടരുന്നുണ്ട്. ഏതൊക്കെ കടകളിൽ ഏതൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ ഇവർ ബറൂണിയിലെ ഈ സംഘം കോൾഗേറ്റുകളും ക്ലോസപ്പും അതേപോലെ മറ്റു വസ്തുക്കളും സോപ്പടക്കമുള്ള വ്യാജ വസ്തുക്കളും വിറ്റു അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. വളരെ രസകരമായ സാധനം, സാധാരണ കോൾഗേറ്റ് വിലയെക്കാട്ടും 75% വില കുറച്ചാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്, വ്യാപാരികൾക്ക് കൈമാറുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഇത് തിരിച്ചറിയാൻ കോൾഗേറ്റ് കമ്പനിക്ക് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയിൽ കോപ്പി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ചൈനക്കാരാണ് ബെറ്റർ എന്ന് പറയും. ഐഫോണൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് കോപ്പി ഇവന്മാരിറക്കും. ഇതിപ്പോൾ കോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് യൂണിയൻ ലിവർ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്. അവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇത് ഒരു വലിയൊരു ഫാക്ടറി നിർമ്മിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് പെട്ടിക്കടകളിൽ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏരിയകളിലൊക്കെ കച്ചവടം ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫാക്ടറി നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോരം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം താണ്ടി ഇങ്ങനെ ഒരു ഫാക്ടറി നിർമ്മിച്ച് ഇതിന് സ്റ്റാഫുകളെ വെച്ച് ഇത് ചെയ്ത് ഈ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഇത് എത്ര സെയിൽ ചെയ്തിട്ടുണ്ടോയെന്ന് ആർക്കും അറിയില്ല. ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ സെയിൽ, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ചില അധികാരികളുടെ അറിവോടുകൂടി തന്നെ നടക്കുന്ന പരിപാടിയാണ്. അല്ലാതെ നമ്മൾ 1-2 പേരെ മാത്രം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കോൾഗേറ്റ് ഉപയോഗിച്ച് നിങ്ങൾ പല്ല് തേക്കുന്നവരാണെങ്കിൽ നമുക്കറിയോ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. ഈ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കോൾഗേറ്റ് കമ്പനിയുടെ ഓണർക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രീതിയിലാണ് കോപ്പി അടിച്ച് വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി ഇതിനൊരു പരിഹാരമായിട്ട് കോൾഗേറ്റ് കമ്പനി പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് അവർ ഇറക്കേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ഗുരുതരമായിട്ടൊരു വീഴ്ച തന്നെയാണ്. കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുക എന്ന് പറയുന്നത്. അതിലിങ്ങനെ ഒരു ഫേക്ക് പ്രോഡക്റ്റ് ഒരു രാജ്യത്ത് ഒരു കമ്പനി നടത്തി ഉണ്ടാക്കണമെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എത്രത്തോളം മോശമാണ്.